Hi there, welcome back to the course. ഇന്ന് നമ്മൾ നോക്കുന്നത് topic 2 which is performance analysis of algorithms and recurrences that comes under the unit data structures and algorithms. So let's start. Let's look at the contents, time and space complexities, the different notations, recurrence relations and complexities of different algorithms. ഇത്രയും സബ് ടോപ്പിക്സിൽ നിന്ന് തന്നെ മനസ്സിലാകും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണെന്ന്. മാത്രമല്ല ഈ ഒരു ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസും ആപ്ലിക്കേഷൻസും എല്ലാം ഈ യൂണിറ്റിൽ ത്രൂ ഔട്ട് അപ്പിയർ ചെയ്യുന്നുണ്ട്. പ്രീവിയസ് പേപ്പേഴ്സ് ഒന്ന് നോക്കാം. ജൂൺ 2019 ടൈം ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റീസ് എന്ന ടോപ്പിക്കിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. And also in December 2019 recurrence relations, it's a very important topic. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. ചാപ്റ്ററിലേക്ക് കിടക്കാം. ഫസ്റ്റ്, വാട്ട് ഈസ് എൻ അൽഗോരിതം? നമുക്കെല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് ദ പ്രൊസീജിയർ ഓഫ് ഡിഫൈനിങ് എ പ്രോബ്ലം ഓഫ് ട്രാൻസ്ഫോമിങ് ആൻ ഇൻപുട്ട് ടു ആൻ ഔട്ട്പുട്ട് ബൈ എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ. അതായത് എന്തെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലത്തിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. Now how to analyze them? And by analyzing I mean it's the technique to measure the performance of an algorithm. ഈ പെർഫോമൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ടൈം കോംപ്ലക്സിറ്റീസും കമ്പ്യൂട്ട് ചെയ്യണം, സ്പേസ് കോംപ്ലക്സിറ്റീസും കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരും. ബട്ട് ബിഫോർ ദാറ്റ് ഒരു അൽഗോരിതത്തിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ പെർഫോമൻസ് കമ്പ്യൂട്ട് ചെയ്യുന്നത് 2 ഡിഫറെൻറ്റ് സ്റ്റേജസിലാകാം. ഒന്ന് പ്രയോറി ആൻഡ് posterior. Priori means prior to, means before implementation. Posterior means after implementation. അപ്പോൾ ബിഫോർ ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് തിയററ്റിക്കലി അനലൈസ് ചെയ്യാൻ കഴിയണം. എന്നാൽ പോസ്റ്റീരിയർ അനാലിസിസ് എന്നാൽ ദ സെലക്റ്റഡ് അൽഗോരിതം ഇസ് ഇംപ്ലിമെൻറ്റഡ് യൂസിങ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് ദെൻ വെൻ ഇറ്റ് ഈസ് റൺ ഇൻ എ കമ്പ്യൂട്ടർ ദ ടൈം ഇറ്റ് ടേക്സ് ആൻഡ് ദ സ്പേസ് ഇറ്റ് ഹാഡ് കൺസ്യൂംഡ് ഇസ് കാൽക്കുലേറ്റഡ്. ദസ് ഒരു അനാലിസിസിൻ്റെ ആക്ച്വൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് റണ്ണിങ് ടൈമും സ്പേസ് കോംപ്ലക്സിറ്റീസുമാണ്, വിച്ച് ഇസ് കാൽക്കുലേറ്റഡ് ഓൺലി ആഫ്റ്റർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ആൻ അൽഗോരിതം. നൗ ടൈം കോംപ്ലക്സിറ്റി എന്താണ്? ആസ് ദ നെയിം സജസ്റ്റ് ഇറ്റ്സ് ദ എമൗണ്ട് ഓഫ് ടൈം ടേക്കൺ ബൈ ദ അൽഗോരിതം ടു കംപ്ലീറ്റ് വൺ എക്സിക്യൂഷൻ. സോ ഇറ്റ് വിൽ ഇൻക്ലൂഡ് കമ്പൈൽ ടൈം ആൻഡ് റൺ ടൈം. And space complexity is the amount of memory an algorithm takes in terms of the amount of input to the algorithm. So ഇത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ 2 പാർട്സ് ഉണ്ടാവും. ഒന്ന് ഫിക്സ്ഡ് പാർട്ട്. ഫിക്സ്ഡ് പാർട്ട് എന്നാൽ ഇറ്റ് ഈസ് റിക്വയർഡ് ടു സ്റ്റോർ സർട്ടൻ ഡേറ്റ ആൻഡ് വേരിയബിൾസ് ദാറ്റ് ആർ ഇൻഡിപെൻഡൻറ്റ് ടു ദ പ്രോഗ്രാം സച്ച് ആസ് കോൺസ്റ്റൻസ്, വേരിയബിൾസ് എക്സെട്ര. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇൻറ്റിജർ വേരിയബിൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിനൊരു 2 bytes കമ്പൈൽ ടൈമിൽ സിസ്റ്റം മാറ്റിവെക്കും. എന്നാൽ വേരിയബിൾ പാർട്ടെന്ന് പറയുമ്പോഴത്തേക്ക് അതിന് എക്സാമ്പിളായിട്ട് പറയാം ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ. സോ ആസ് ആൻഡ് വെൻ ഓൺലി ഇറ്റ്സ് റിക്വയർഡ് മെമ്മറി ഓർ സ്പേസ് ഇസ് അലൊക്കേറ്റഡ് ടു ദ വേരിയബിൾ. സോ ഇതാണ് വേരിയബിൾ പാർട്ടെന്ന് പറയുന്നത്. ഇത് രണ്ടും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് സ്പേസ് കോംപ്ലക്സിറ്റി. നൗ വിൽ മൂവ് ഓൺ ടു ദ ഡിഫറെൻറ്റ് നൊട്ടേഷൻസ് വിത്ത് വിച്ച് ടൈം കോംപ്ലക്സിറ്റീസ് ക്യാൻ ബി റെപ്രസെൻറ്റേറ്റഡ്. അതിനെയാണ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് എന്ന് പറയുന്നത്. നൗ ഏതൊരു അൽഗോരിതത്തിനും 3 കേസസ് ഓഫ് റൺ ടൈം ഉണ്ടാകും. വൺ ഇസ് ദ ബെസ്റ്റ് കേസ്, അതായത് ദ ലീസ്റ്റ് പോസിബിൾ ടൈം ഇറ്റ് ടേക്സ് ഫോർ റൺ ടൈം, അതാണ് ബെസ്റ്റ് കേസ്. പിന്നെയുള്ളത് വേഴ്സ്റ്റ് കേസാണ്, അത് അടുത്ത എക്സ്ട്രീം, മീൻസ് ദ മാക്സിമം ടൈം ഇറ്റ് ക്യാൻ ടേക്ക് ഫോർ എ ഗിവൺ ഇൻപുട്ട്. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരുന്നതാണ് ആവറേജ് കേസ്. സോ ദ വേഴ്സ്റ്റ് കേസ് ഇസ് റെപ്രസെൻറ്റഡ് യൂസിങ് ദ ബിഗ് ഓ നൊട്ടേഷൻ. അതാണ് ഇവിടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് മെഷേഴ്സ് ദ അപ്പർ ബൗണ്ട് ഓഫ് ആൻ അൽഗോരിതം റണ്ണിങ് ടൈം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു അൽഗോരിതത്തിനെ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വേഴ്സ്റ്റ് കേസ് ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ദർ ഇസ് ദ ഒമേഗ നൊട്ടേഷൻ. ഇതാണ് ബെസ്റ്റ് കേസ് റണ്ണിങ് ടൈം. സോ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ലോവർ ബൗണ്ട് ഓഫ് ആൻ അൽഗോരിതം റണ്ണിങ് ടൈം. പിന്നെയുള്ളത് തീറ്റ നൊട്ടേഷനാണ്. It expresses the average case running time
and it can direct to somewhere between the lower bound and the upper bound of the running time an algorithm can take. Next, നമുക്ക് big O notations കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കാം. Suppose for example, an algorithm A requires time proportional to some function f of n. Then its time complexity in the worst case എന്തായിരിക്കും? Big O of f of n. അല്ലെങ്കിൽ പറയാം the algorithm A is said to be of the order f of n എന്ന്. ഈ ഫംഗ്ഷൻ f of n ആണ് it's called the algorithm's growth rate function. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കാം. Suppose an algorithm is having a time complexity big O of 1. It means the algorithm requires time proportional to 1. അതായത് നമ്മളൊരു കോഡിൻ്റെ ബേസിസ് നോക്കുകയാണെങ്കിൽ ഫ്രം ദ ഫസ്റ്റ് ലൈൻ ടിൽ ദ ലാസ്റ്റ് ലൈൻ ഒരൊറ്റ ഗോയിൽ അത് തീരും, എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആകും. അതാണ് ബിഗ് O ഓഫ് 1 നൊട്ടേഷൻ. ഹിയർ ദിസ് ഹാപ്പൻസ് only if the algorithm doesn't contain any loops, recursions, etc. Next, big O of n എപ്പോഴാണ് വരുന്നതെന്ന്. Now, if the algorithm or the program consists of loop variables which are incremented or decremented, എന്തായിരിക്കും അത്? for loops അല്ലെങ്കിൽ while loops അല്ലേ, അല്ലെങ്കിൽ do while loops ആകാം. അപ്പോൾ ഇങ്ങനത്തെ ലൂപ്സ് വരുമ്പോഴത്തേക്ക് the worst case complexities would be big O of n. Next is big O of n raised to c. So this happens when the algorithm consists of nested loops. So example ആയിട്ട് സെലക്ഷൻ സോർട്ട്, ഇൻസേർഷൻ സോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് അറിയാമായിരിക്കുമല്ലോ. അതിനകത്ത് ഒരു ലൂപ്പിനകത്ത് മറ്റൊരു ലൂപ്പ് നെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. നെസ്റ്റഡ് ലൂപ്സ് ആണ് അവിടെ. അങ്ങനെ നോക്കുമ്പം എത്രത്തോളം നെസ്റ്റഡ് ലൂപ്സ് ഉണ്ടോ അതായിരിക്കും സിൻ്റെ വാല്യൂ. സോ ഫോർ സെലക്ഷൻ സോർട്ട് ആൻഡ് ഇൻസേർഷൻ സോർട്ട് വേർസ്റ്റ് കേസ് സിനാരിയോസ് വുഡ് ബി big O of n square. അടുത്തത് big O of log n ആണ്. ഇതും ലൂപ്സ് ഉള്ള കേസസിലാണ്. ബട്ട് ഹിയർ ദ ലൂപ്പ് വേരിയബിൾ ഇസ് ഈദർ ഡിവൈഡഡ് ഓർ മൾട്ടിപ്ലൈഡ് ബൈ എ കോൺസ്റ്റൻറ്റ് എമൗണ്ട്. എക്സാമ്പിൾ തന്നിരിക്കുന്ന ബൈനറി സെർച്ച്. സോ ബൈനറി സെർച്ചിൽ എന്താണ് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. ഒരു കംപ്ലീറ്റ് അറയെ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പോർഷൻ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ ഫോർ ഫർദർ പ്രോസസ്സിങ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് വി ആർ കീപ്പിംഗ് ഓൺ ഡിവൈഡിങ് ഇറ്റ്. കറക്റ്റ്. So in these cases the time complexity would be big O of log n. Now next is big O of log n, and this is where loop variables are reduced or increased exponentially by a constant amount. ഇത് ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ തന്നിരിക്കുന്നതാണ്. ഇതിനെ ബേസ് ചെയ്തുള്ള അൽഗോരിതംസ് ഒന്നും ഇപ്പോൾ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, എനിവേസ് വിൽ മൂവ് ഫോർവേഡ്. Next is a very important topic, recurrence relations. So what are recurrence relations? It is an equation that defines a sequence based on a rule that gives the next term as a function of the previous term. Actually നമുക്ക് എല്ലാവർക്കും റിക്കേർഷൻ എന്താണെന്ന് അറിയാം അല്ലേ. കോഡിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ഫംഗ്ഷനുള്ളിൽ നിന്നുകൊണ്ട് അതേ ഫംഗ്ഷനെ വിത്തിൻ ദ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതാണ് റിക്കേർഷൻ എന്ന് പറയുന്നത്. അപ്പം നേരത്തെ നമ്മൾ കണ്ടായിരുന്നു ടൈം കോംപ്ലക്സിറ്റീസ് കണ്ടുപിടിക്കാനായിട്ട് ബിഗ് O നൊട്ടേഷൻസ് കുറച്ച് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. ബട്ട് വാട്ട് ടു ഡു ഇഫ് ദർ ഇസ് എ റിക്കേഴ്സീവ് ഫങ്ഷൻ വിത്തിൻ ദ കോഡ്? എന്ത് ചെയ്യും? അപ്പോഴാണ് റിക്കറൻസ് റിലേഷൻസിൻ്റെ മെത്തേഡ്സ് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. ഇതിന് 4 മെത്തേഡ്സാണ് ഉള്ളത്. അതിനകത്ത് ഏറ്റവും എഫിഷ്യൻറ്റും ഏറ്റവും എളുപ്പമായിട്ടുള്ള മാസ്റ്റർ മെത്തേഡാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി 3 മെത്തേഡ്സ് ഇതൊക്കെയാണ്: സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, ഐട്രേഷൻ മെത്തേഡ് ആൻഡ് റിക്കേർഷൻ ട്രീ മെത്തേഡ്. ബട്ട് ഓൾ ദീസ് ആർ വെരി മച്ച് ടൈം കൺസ്യൂമിങ്. അതുകൊണ്ടാണ് മാസ്റ്റർ മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. ജസ്റ്റ് വിത്തിൻ 2-3 സ്റ്റെപ്സ് ഇത് വർക്കൗട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. നൗ മാസ്റ്റർ മെത്തേഡ് ഇസ് യൂസ്ഡ് ഫോർ സോൾവിങ് സ്പെസിഫിക് ടൈപ്സ് ഓഫ് റിക്കറൻസ് റിലേഷൻസ്. ദാറ്റ് ഇസ് T of n is equal to A into T of n by B plus f of n. A and B should be greater than 1, where A should be greater than equal to 1. Now here n shows the size of the problem. A എന്താണ്? A is the number of sub problems in the recursion. അതായത് എത്രത്തോളം റിക്കേഴ്സ് ചെയ്ത് വരുന്നുണ്ടെന്ന് നോക്കണം. Now n by B
are the size of each sub-problem. A sub-problems ഉണ്ടെങ്കിൽ, that is A number of sub-problems ഉണ്ടെങ്കിൽ n by b will be the size of each sub-problem. And f of n is the sum of work done outside the recursive calls. അതായത് ഈ ഒരു റിക്കേഴ്സീവ് കോളിൻ്റെ മുമ്പും ശേഷവും എന്തെല്ലാം എക്സിക്യൂഷൻ വരുന്നുണ്ടോ അതെല്ലാം കൂടി ക്ലബ് ചെയ്ത് എഫ് ഓഫ് എൻ ടേം ആയിരിക്കും. ലെറ്റ്സ് ലുക്ക് അറ്റ് ഹൗ ടു സോൾവ് ദിസ് പ്രോബ്ലം. Now, if the problem is of the form t of n is equal to a into t of n by b plus f of n, the solution would be t of n is equal to n raised to log a to the base b the whole multiplied by u of n. ഇവിടെ u of n ഡിപ്പെൻഡ് ചെയ്യുന്നത് h of n ലാണ്. എന്നാൽ h of n എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? h of n is equal to f of n divided by n raised to log a to the base b. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് h of n ആണ്. ആൻഡ് ഡിപ്പെൻഡിങ് അബൌട്ട് ദ വാല്യൂ ഓഫ് h of n വി ഫൈൻഡ് വാട്ട് u of n is. അതിന് നമ്മൾ കോർ സൊല്യൂഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ലെറ്റ്സ് ലുക്ക് അറ്റ് ആൻ എക്സാമ്പിൾ. Suppose the question is t of n is equal to 8 into t of n by 2 plus n square. ഇവിടെ നിന്ന് a എന്താണ്, b എന്താണ്, f of n എന്താണെന്നൊക്കെ ഉള്ളത് മാറ്റി എഴുതുന്നു. a is equal to 8, b is equal to 2 and f of n is equal to n square. Now suppose if t of n by 2 ആ ഒരു ടേം നമുക്ക് b എക്സ്ട്രാക്ട് ചെയ്ത് എഴുതാൻ പറ്റാത്തൊരു ഫോമിലാണെങ്കിൽ അങ്ങനെ നമ്മൾ ആക്കി തീർക്കണം. ലൈക്ക് ഡിവൈഡിങ് ആൻഡ് മൾട്ടിപ്ലൈങ് ബൈ n അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ ഒരു ഫോമിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ബിൻ്റെ വാല്യൂ എക്സ്ട്രാക്ട് ചെയ്ത് എഴുതും. Now here first we calculate what h of n is. h of n is equal to n square divided by n log a to the base 2. ഇവിടെ n square is what? f of n, right? എന്നിട്ട് അതിനെ ഫർദർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് n റേസ് ടു -1 ഓർ 1/n. ഇനി സൈഡിലൊരു ടേബിൾ കൊടുത്തിരിക്കുന്ന കാണാം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഡിപ്പെൻഡിങ് അപ്പോൺ ദ വാല്യൂ ഓഫ് h of n we take the value of u of n. So look at the different cases. Case 1 is if h of n is equal to n raised to r where r is greater than 0. അതായത് n raised to any positive integer or positive value ആണ് വരുന്നതെങ്കിൽ we should take u of n as big O of n raised to r. Now case 2 is such that if h of n is equal to n raised to any negative value, അങ്ങനെയാണെങ്കിൽ u of n should be taken as big O of 1. Now what is case 3? If h of n is of the form log n raised to I where I is greater than equal to 0. അങ്ങനെയാണെങ്കിൽ ഇത് പഠിച്ചു വെച്ചിരുന്നാൽ നല്ലതായിരിക്കും. u of n can be taken as log n to the base 2 raised to I plus 1 the whole divided by I plus 1. ഇനി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എക്സാമ്പിളിൽ ഏതായിരിക്കും വരുന്നത്? കേസ് 2 ആണ് അല്ലേ? അപ്പോൾ അവിടെ u of n is taken as big O of 1. Thus t of n is equal to നേരത്തെ പറഞ്ഞ സൊല്യൂഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n raised to log a to the base b. അതായത് n raised to log 8 to the base b. 2. എന്തായിരിക്കും? n raised to 3 ആകും. n raised to 3 into 1 ആണ് വരുന്നത്. or into big O of 1 വരും. That is equal to big O of n cube എന്ന് കിട്ടും. So this is how we can calculate complexities of recurrence relations. Now since this is a very important topic, ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. That is find time complexity of t of n is equal to t of n by 2 plus c. നിങ്ങൾക്കിതൊന്ന് ശ്രമിച്ച് നോക്കാം. ഒരു ഹിൻഡ് കൊടുത്തിട്ടുണ്ട്. This question is based on case 3 എന്ന്. So solutions കണ്ടുപിടിച്ച് വെക്കുക. At the end of this video we can discuss it. ഇനി നോക്കുന്നത് sorting algorithm complexities ആണ്. So this table is something that is going to score us at least 4 marks in a next UGC NET exam. കാരണം എന്തെന്ന് പറയാം, എല്ലാ പ്രാവശ്യവും മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ബേസിസിൽ നമ്മൾ കാണുന്നുണ്ട്. കറക്റ്റ്. ഈവൻ ലാസ്റ്റ് ടൈം there was a question based on
matching complexities. Or also to put it in another way, ഏറ്റവും നല്ല സോർട്ടിംഗ് അൽഗോരിതംസ് ഏതാണ് ഫ്രം ദ ഫോളോയിങ് എന്നൊക്കെ കണ്ടുവന്നിട്ടുണ്ട്, റൈറ്റ്? ഇൻ ദീസ് കേസസ് ദിസ് ടേബിൾ വിൽ ബി യൂസ്ഫുൾ. ഇതിൻ്റെ വാല്യൂസ് കാണാതെ പഠിക്കണമെന്നല്ല പറയുന്നത്. നമുക്ക് കാണാം, ഇപ്പോൾ ഫസ്റ്റ് കോളത്തിൽ ഇത്രയും ടൈപ്സ് ഓഫ് സോർട്ടിംഗ് അൽഗോരിതംസ് ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ ദർ കംസ് ദ ബെസ്റ്റ് കേസ് time complexities, average time complexities, and worst case time complexities. The last column is worst case space complexity. It's not that important. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോളം വേഴ്സ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി ആണ്. ഇതിൽ നിന്ന് ജസ്റ്റ് ഒരു അനാലിസിസ് മാത്രം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഞാൻ ഏറ്റവും താഴത്തെ റോയിൽ കാണാമല്ലോ, റെഡ് റെഫേഴ്സ് ടു, റെഡ് ഓർ പിങ്ക് റെഫേഴ്സ് ടു horrible results, and bad refers to bad analysis. Then there is fair, good and excellent. അപ്പോൾ വേഴ്സ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റീസ് നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് എക്സലൻറ്റ് വേഴ്സ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റീസ് കാണിക്കുന്നത്? വൺ ഇസ് റാഡിക്സ് സോർട്ട് ആൻഡ് കൗണ്ടിങ് സോർട്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം, റാഡിക്സ് ആൻഡ് കൗണ്ടിങ് സോർട്ട്സ് ആർ ദ ബെസ്റ്റ് ഓഫ് ഓൾ സോർട്ടിംഗ് അൽഗോരിതംസ്. അത് കഴിഞ്ഞ് കുറച്ചെങ്കിലും നല്ലതായിട്ട് കാണാൻ പറ്റുന്നത് നമുക്ക് അറിയാവുന്നതിൽ വെച്ചിട്ട് merge sort, heap sort ഒക്കെയാണ്. ആൻഡ് ഓൾ ദീസ് ആർ ഹാവിങ് ദ സെയിം വാല്യൂസ്, big O of n log n. ഓൾസോ വേറൊരു കാര്യം നോട്ട് ചെയ്യാം, ത്രൂ ഔട്ട് അനലൈസ് ചെയ്താൽ റാഡിക്സ് സോർട്ട് ഇസ് ദ ബെസ്റ്റ് ഓഫ് ഓൾ. സോ അതിനെപ്പറ്റി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് ഓൾസോ അനദർ ടേക്ക് അവേ പോയിന്റ് ഇസ് ബബിൾ സോർട്ട്, ഇൻസേർഷൻ സോർട്ട്, ക്യൂബ് സോർട്ട്. ഇതിനൊക്കെ ഒരു ബെസ്റ്റ് കേസ് റിസൾട്ട്സ് ഉണ്ട്. വൈൽ ദർ ആവറേജ് ആൻഡ് വേഴ്സ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റീസ് ആർ ഹോറിബിൾ, വിച്ച് ഇസ് ഈക്വൽ ടു ബിഗ് O of n square ആൻഡ് ആവറേജ് കേസ് ഇസ് ഈക്വൽ ടു തീറ്റ ഓഫ് n square. സോ ഇങ്ങനത്തെ ടേബിൾസിൽ നിന്ന് കുറച്ചും കൂടി ഇൻഫർമേഷൻ നമ്മൾ അനലൈസ് ചെയ്ത് വെച്ചിരുന്നാൽ എക്സാം ടൈമിൽ നമുക്കത് ഉപകരിക്കും. So this is it in today's video. But before winding up, നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നല്ലോ, അതിൻ്റെ സൊല്യൂഷൻ ഈ ലിങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ വർക്കൗട്ട് ചെയ്യണം എന്ന് അവർ കാണിച്ചു തരുന്നുണ്ട്, നിങ്ങൾക്ക് റെഫർ ചെയ്യാം. So thank you for your time and have a good day.